ആ രാത്രിയിൽ ഷോണിന് കിടന്നിട്ടും ഉറക്കം വന്നില്ല. വൃദ്ധസ്വാമി പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത അമാവാസി രാത്രിയിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെടും. ആ വാക്കുകൾക്ക് എന്തോ ഒരു അജ്ഞാത ശക്തി ഉണ്ടായിരുന്നു. അവ മറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മറുവശത്ത് നിദ്ര ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് അവളുടെ നെറ്റിയിലൂടെ ഒരു തണുത്ത കാറ്റ് വീശിപ്പോയി. ഉറക്കത്തിനിടയിലും അവളുടെ മുഖത്ത് ചെറിയ ഭാവമാറ്റങ്ങൾ തെളിഞ്ഞു. അവൾ അറിയാതെ ആ പേര് പതിയെ മന്ത്രിച്ചു. ആര്യ. ആ ശബ്ദം വളരെ നേർത്തതായിരുന്നു. എന്നാൽ അതിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാത്തിരിപ്പിന്റെ വിങ്ങലുണ്ടായിരുന്നു. മയിൽപീലിയാൽ ആരോ തന്നെ തഴുകുന്നത് പോലെ അവൾക്ക് തോന്നി. അതേസമയം മയിലുകൾക്കപ്പുറം സ്വന്തം വീട്ടിലിരുന്ന ജനനി വീണ്ടും ആ പുസ്തകം തുറന്നു. ഇപ്പോഴും അതിലെ താളുകൾ ശൂന്യമായിരുന്നു. പക്ഷേ പുസ്തകം അടക്കാൻ തുടങ്ങിയ ആ നിമിഷം അവസാന താളിൻ്റെ ഒരു കോണിൽ ചുവന്ന നിറത്തിൽ ഒരു വരി മാത്രം പതിയെ തെളിഞ്ഞു. അടുത്ത അമാവാസി വീണ്ടും വിധി എഴുതപ്പെടും. ആ വാക്കുകൾ വായിച്ച ജനനിയുടെ ശരീരത്തിലാകെ ഒരു വിറയൽ പടർന്നു. അവൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ അക്ഷരങ്ങളും പതിയെ മാഞ്ഞുപോയി. മുറിയിലാകെ വീണ്ടും നിശബ്ദത മാത്രം. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ആരും കാണാത്തൊരു ചരിത്രം വീണ്ടും ഉണരാൻ തുടങ്ങുകയായിരുന്നു. നിദ്ര ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ആര്യ. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ നിദ്രയുടെ അധരങ്ങളിൽ അറിയാതെ നിലവിളിൽ പുറത്തു വന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. ആര്യ. ആരാണ് ഈ ആര്യൻ? അവൾ സ്വയം ചോദിച്ചു. പക്ഷേ ആ പേര് ഉച്ചരിച്ച നിമിഷം തന്നെ അവളുടെ കണ്ണുകളിൽ അറിയാതെ കണ്ണുനീർ പൊഴിഞ്ഞു. ആ പേര് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ എന്തിനാണ് ഇത്രയും വേദനയെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള ഓരോ ജന്മത്തിലും എൻ്റെ പാതി, എൻ്റെ പ്രണയം, എൻ്റെ ഭാര്യ, എൻ്റെ ജീവിതം എല്ലാം നീയായിരിക്കും. ഇതൊരു തമ്പുരാൻ്റെ വാക്കല്ല, നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആര്യൻ്റെ വാക്കാണ്. ഇതൊക്കെ എന്താ? അവൾ വിറയലോടെ സ്വയം മന്ത്രിച്ചു. ശ്വാസം വേഗത്തിലായി. മുറിയിലെ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം പോലും അസ്വാഭാവികമായി തോന്നി. അവൾ കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റ് വരാന്തയിലേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചത് അന്നത്തെ ആ മുല്ലയും അച്ഛനും അമ്മയും താമസിച്ചിരുന്ന ആ ചായപ്പും മുല്ലപ്പന്തലും നിന്ന ആ സ്ഥലത്തേക്കാണ്. ഇന്നിപ്പോൾ അവിടം ശൂന്യമാണെങ്കിലും ഒരു നിമിഷം അവളുടെ കൺമുന്നിലൂടെ ആ ചായപ്പും മുല്ലപ്പന്തലും അതിന് കീഴെ നിൽക്കുന്ന മുല്ല എന്ന പെൺകുട്ടിയും മിന്നിമറഞ്ഞു. അവളുടെ ശ്വാസം വേഗത്തിലായി. ആ കാഴ്ച ഒരു മിന്നൽ പോലെ വന്നതായിരുന്നു. ശൂന്യമായി കിടക്കുന്ന ആ മുറ്റത്ത് ഒരു നിമിഷത്തേക്ക് കാലം രണ്ടായി പിളർന്നതുപോലെ നിദ്രയ്ക്ക് തോന്നി. ആ മുല്ലപ്പന്തലിനടിയിൽ ചുവപ്പും പച്ചയും കലർന്ന ധാവണി ധരിച്ച് മുടിയിൽ മുല്ലപ്പൂ ചൂടിയ ഒരു യുവതി. അവളുടെ കണ്ണുകളിൽ നാണവും കാത്തിരിപ്പും അതിരില്ലാത്ത സ്നേഹവും നിറഞ്ഞു നിന്നു. ആര്യ. ആ യുവതിയുടെ ചുണ്ടുകൾ അനങ്ങിയതുപോലെ തോന്നി. അടുത്ത നിമിഷം അവളുടെ മുന്നിലേക്ക് ഒരുവൻ നടന്നു വന്നു. ഉയരമുള്ള ശരീരം, രാജകീയ ഭാവം. അവൻ്റെ മുഖം വ്യക്തമായില്ല. പക്ഷെ അവൻ്റെ വലത് കൈയിൽ ഒരു മയിൽപീലി ഉണ്ടായിരുന്നു. അവൻ ആ മയിൽപീലി സാവധാനം യുവതിയുടെ കവിളിൽ തഴുകി. യുവതിയുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു. ആ ദൃശ്യം കണ്ട നിമിഷം നിദ്രയുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. ഇല്ല, ഇത് ഞാനല്ല. അവൾ തല കുലുക്കി. പക്ഷേ മനസ്സിൻ്റെ ഏതോ ആഴത്തിൽ നിന്നും മറ്റൊരു ശബ്ദം ഉയർന്നു. അത് നീ തന്നെയായിരുന്നു. ആ ശബ്ദം കേട്ടതോടെ നിദ്ര ഞെട്ടി പിന്നിലേക്ക് ഒരടി വെച്ചു. അപ്പോഴേക്കും ആ ദൃശ്യം മാഞ്ഞുപോയി. മുറ്റം വീണ്ടും പഴയതുപോലെ ശൂന്യമായി. പക്ഷേ കാറ്റ് മാത്രം മുല്ലപ്പൂവിൻ്റെ മണവുമായി അവളെ തഴുകി കടന്നുപോയി. അവൾ കിതപ്പോടെ മുറിയിലേക്ക് നടന്ന് വാതിലടച്ചു. കാഴ്ചകൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ ബെഡിൽ വന്ന് കണ്ണുകൾ ഇറുകെ പൂട്ടിക്കിടന്നു. നിദ്ര കണ്ണുകൾ ഇറുകെ പൂട്ടിക്കിടന്നെങ്കിലും ഉറക്കം അവളെ വീണ്ടും തേടിയെത്തില്ല. ഹൃദയം ഇപ്പോഴും അസ്വാഭാവിക വേഗത്തിൽ മിടിക്കുന്നു. ഇതെല്ലാം വെറും സ്വപ്നമാണ്, അത്രമാത്രം. അവൾ സ്വയം പറഞ്ഞ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മുല്ലപ്പൂവിൻ്റെ ആ മണം മുറിയിലാകെ നിറഞ്ഞു നിന്നു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ആ മുറിയിൽ ആരുമില്ല. ജാലകവിരി കാറ്റിൽ പതിയെ ഇളകിക്കൊണ്ടിരുന്നു. എന്നാൽ കിടക്കയുടെ അരികിൽ എന്തോ ഒന്ന് കിടക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിറയുന്ന കൈകളോടെ അവൾ അതെടുത്തു. ഒരു മയിൽപീലി. ഇത് ഇവിടെ എങ്ങനെ വന്നു? അവളുടെ ശ്വാസം വീണ്ടും വേഗത്തിലായി. ആ മയിൽപീലി വിരലുകളിൽ തൊട്ട നിമിഷം മിന്നൽ പോലെ അനേകം ദൃശ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. മുല്ലപ്പന്തൽ,
നിലാവിൽ മുങ്ങിയ പഴയ നാലുകെട്ട്, വെള്ളമുണ്ടും മേൽമുണ്ടും ധരിച്ച രാജകീയനായ ഒരു യുവാവ്. അവൻ്റെ പുഞ്ചിരി, അവൻ്റെ കണ്ണുകളിലെ അതിരില്ലാത്ത സ്നേഹം. മുല്ലപ്പൂവേ, ആ വിളി വ്യക്തമായി അവളുടെ കാതുകളിൽ മുഴങ്ങി. ആ ശബ്ദത്തിന് ഷോണിൻ്റെ ശബ്ദവുമായി നല്ല സാമ്യമുണ്ടായിരുന്നു. അതോടൊപ്പം അവളുടെ അധരങ്ങളിൽ നിന്നും അറിയാതെ മറ്റൊരു പേര് പുറത്തു വന്നു: ആര്യ. അടുത്ത നിമിഷം എല്ലാം അവസാനിച്ചു. നിദ്ര കിതച്ചുകൊണ്ട് കട്ടിലിലേക്ക് വീണു. അവളുടെ കയ്യിലുണ്ടായിരുന്ന മയിൽപ്പീലി ഇപ്പോഴും യാഥാർത്ഥ്യമായി അവിടെ ഉണ്ടായിരുന്നു. ഇത് വെറും ഒരു സ്വപ്നമല്ലെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ആ മയിൽപ്പീലി നെഞ്ചോട് ചേർത്ത ആ നിമിഷം നിദ്രയുടെ ശരീരം മെല്ലെ നിശ്ചലമായി. കണ്ണുകൾ അടഞ്ഞു. അത് സാധാരണ ഉറക്കമായിരുന്നില്ല. ഒരുതരം ഗാഢമായ മയക്കം അവളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വൃദ്ധസ്വാമി ഷോണിനോട് എന്താണോ പറഞ്ഞത് അത് മുഴുവൻ നിദ്രയ്ക്ക് മുന്നിലും തെളിഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം നിദ്ര ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു. നെഞ്ചു ശക്തമായി ഉയർന്നു താഴ്ന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ അവൾക്ക് താൻ എവിടെയാണെന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് മുറി മുഴുവൻ കണ്ണോടിച്ച് അവൾ സ്വബോധം വീണ്ടെടുത്തു. എന്തൊക്കെയായത്? ആര്യനും മുല്ലയും ആരാ ഇവര്? നമ്മൾ തന്നെയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇച്ചായ. ഇച്ചായൻ എവിടെയുള്ള? എനിക്ക് പേടിയാവാ. എന്തിനാ എന്നെ തനിച്ചാക്കി പോയെ? എന്നെയും കൂടെ കൊണ്ടുപോവായിരുന്നില്ലേ? നിദ്രയുടെ കണ്ണിലൂടെ കണ്ണുനീർ ഉരുണ്ടിറങ്ങി. അതേസമയം വയറിൽ നിന്നും കുഞ്ഞ് ശക്തമായി അനങ്ങി. അതേസമയം വൃദ്ധസ്വാമി ധ്യാനത്തിലിരുന്ന ആ കുടിലിൽ കത്തിക്കൊണ്ടിരുന്ന അഗ്നിയുടെ ജ്വാല പെട്ടെന്ന് ശക്തമായി ആളിക്കത്തി. അടഞ്ഞു കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ പതിയെ തുറന്നു. മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. വിധി ഉണർന്നിരിക്കുന്നു. അദ്ദേഹം പതിയെ മന്ത്രിച്ചു. ഓർമ്മകൾ 2 പേരിലേക്കും എത്തിക്കഴിഞ്ഞു. ഇനി അമാവാസി രാത്രിയാണ് അവസാന വാതിൽ തുറക്കുക. ഡോറിൽ ശക്തമായി തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് പിറ്റേന്ന് രാവിലെ നിദ്ര കണ്ണു തുറക്കുന്നത്. ഒരു നിമിഷം അവൾ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാനായില്ല. തലേ ദിവസം രാത്രിയിൽ കണ്ട അത്ഭുത ദൃശ്യങ്ങൾ ഒന്നൊന്നായി അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന മയിൽപ്പീലി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ കണ്ടത് വെറും സ്വപ്നമായിരുന്നില്ല. അതിന് തെളിവായ മയിൽപ്പീലി ഇപ്പോഴും അവളുടെ മുന്നിലുണ്ട്. നിദ്ര അതീവ ശ്രദ്ധയോടെ മയിൽപ്പീലി എടുത്ത് തൻ്റെ ബാഗിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു. അതിനുശേഷം വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന മാധവിയെയും നിഖിലിനെയും ജനനയെയും കണ്ടു. അവരെ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞൊഴുകി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്ന് മാധവിയെ കെട്ടിപ്പിടിച്ചു. മാധവിയും അവളെ നെഞ്ചോട് ചേർത്ത് തലയിൽ തലോടി. നിഖിൽ നിദ്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ തലോടി. ഇനി നമ്മൾ ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. നിന്നൊറ്റക്കാക്കി ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. നിദ്ര ഒരു ചെറുപുഞ്ചിരിയോട് തലയാട്ടി. ആ ദിവസം മുഴുവൻ അവൾ അമ്മയുടെയും ജനനയുടെയും കൂടെയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയൊരു സമാധാനം പോലെ അവരുടെ സ്നേഹവും കരുതലും അവളെ പൊതിഞ്ഞു നിന്നു. എന്നാൽ മനസ്സിൻ്റെ ഒരു കോണിൽ ഇന്നലത്തെ സംഭവങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിച്ചിരുന്നു. രാത്രിയായതും എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരാതെ നിദ്ര പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. തണുത്ത കാറ്റ് അവളുടെ മുടിയിഴകളെ തലോടി. അവൾ താഴേക്ക് നോക്കി നിന്നു. ഇന്നലെ രാത്രി കൺമുന്നിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു മൃദുലമായ ശബ്ദം കേട്ടത്. നിത്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ ജനനിയായിരുന്നു. അവളും നിദ്രയുടെ അരികിൽ വന്നു നിന്നു. കുറച്ചു നേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ ജനനി പതിയെ തുടങ്ങി. നിത്തു, ഇന്നലെ ഞാൻ വായിച്ച ആര്യമുല്ല എന്നൊരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിദ്ര അവളെ ശ്രദ്ധയോടെ നോക്കി. ജനനി ആ പുസ്തകത്തിൽ എഴുതിയിരുന്നതെല്ലാം വിശദമായി പറയാൻ തുടങ്ങി. ആര്യൻ്റെയും മുല്ലയുടെയും പ്രണയം, പുനർജന്മത്തിൻ്റെ രഹസ്യം, അമാവാസി രാത്രിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എല്ലാം. നിത്തു, പിന്നീട് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ നിഖിലേട്ടനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. ജനനി പറഞ്ഞ ഓരോ വാക്കും കേൾക്കുമ്പോഴും നിദ്രയുടെ മുഖഭാവങ്ങൾ മാറിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ അത്ഭുതവും ഭയവും ഒരുപോലെ നിറഞ്ഞു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിദ്ര പതിയെ പറഞ്ഞു. ജനനി, നീ പറയുന്ന ഓരോ കാര്യവും ഇന്നലെ രാത്രി ഞാൻ കണ്ടു. ഒരു സ്വപ്നം പോലെയല്ല, ഞാനവിടെ ഉണ്ടായിരുന്നത് പോലെ, എല്ലാം എൻ്റെ കൺമുന്നിൽ നടന്നതുപോലെ. ജനനി അമ്പരന്ന് അവളെ നോക്കി. എന്താ നീ കണ്ടേ? നിദ്ര ദീർഘനിശ്വാസമെടുത്തു. അതിനുശേഷം അവൾ കണ്ട ഓരോ സംഭവവും, ആ മുല്ലപ്പന്തലും,
ആര്യൻ്റെയും മുല്ലയുടെയും പ്രണയ നിമിഷങ്ങളും ക്ഷേത്രവും മയിൽപീലിയും ഒന്നും മറച്ചു വെക്കാതെ നിദ്ര ജനനിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജനനി നിശബ്ദമായി. നിത്തു ആ പുസ്തകത്തിൽ അവസാനമായി ഒരു കാര്യം കൂടി എഴുതിയിരുന്നു. എന്താ ജാനിയത്? അടുത്ത അമാവാസി ദിവസത്തിൽ ഇതിൻ്റെ ബാക്കി അറിയാൻ കഴിയും. കഴിഞ്ഞ ജന്മത്തിൻ്റെ വാതിലുകൾ തുറക്കും എന്നാണ് അതിലുണ്ടായിരുന്നത്. ആ വാക്കുകൾ കേട്ട നിമിഷം നിദ്രയുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. കുറച്ചു നേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. നിശബ്ദതയ്ക്കൊടുവിൽ നിദ്ര തുടർന്നു. ജാനി, എന്താ നിത്തു? ആ പുസ്തകം ഇപ്പം എവിടെയാ ഉള്ളത്? അത് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിലാ. നിദ്രയുടെ കണ്ണുകൾ അപ്രതീക്ഷിതമായൊരു തിളക്കം നിറഞ്ഞു. ജാനി, അമ്മൂമ്മയോട് പറഞ്ഞ് ആ പുസ്തകം എനിക്ക് വാങ്ങിത്തരണം. നിത്തു, അത് വേണോ? നിദ്ര ആകാശത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. അത് എൻ്റെ പുസ്തക, എൻ്റെ ആര്യൻ. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൾ തുടർന്നു. അല്ല, മുല്ലയുടെ ആര്യൻ എഴുതിയ പുസ്തകം. എനിക്കത് വേണം ജാനി. എനിക്കത് വായിക്കണം. അതിലുള്ള ഓരോ അക്ഷരവും എനിക്കറിയണം. ജനനി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഞാൻ അമ്മൂമ്മയുടെ പറഞ്ഞത് വാങ്ങിത്തരാൻ നിത്തു. അവൾ ഒരു നിമിഷം നിർത്തി ശേഷം ഗൗരവത്തോടെ തുടർന്നു. പക്ഷേ നീ സൂക്ഷിക്കണം നിത്തു. അടുത്ത അമാവാസി ദിവസത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് വെറും യാദൃശ്ചികമല്ല, കാത്തിരിക്കുന്നൊരു വിധിയാണ്. നിദ്ര മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ആ പഴയ മുല്ലപ്പന്തൽ നിന്നിടത്തേക്ക് ചെന്നു. ഇത്തവണ അവൾക്ക് കാണാൻ പറ്റി മുല്ലയെ എടുത്തുയർത്തി പൂ പറിക്കാൻ സഹായിക്കുന്ന ആര്യനെ. ശരിക്കും ഷോൺ എങ്ങനെയാണോ അതുപോലെ കണ്ണുകളിൽ പ്രണയം നിറച്ച് അവൻ മുല്ലയെ നോക്കുന്നുണ്ട്. നിദ്രയുടെ കണ്ണുകൾ തിളങ്ങി. ഇച്ചായൻ. അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. നിദ്രയുടെ കണ്ണുകൾ പോയ വഴിയെ ജനനി നോക്കി. പക്ഷെ അവൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നിദ്രയുടെ കൂടെ അത്രയും നാൾ ജനനിയും നിഖിലും മാധവിയും താങ്ങും തണലായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സ്നേഹവും കരുതലും നിദ്രയെ ഒറ്റപ്പെട്ടതായി തോന്നാൻ അനുവദിച്ചില്ല. ഇപ്പോൾ നിദ്രയുടെ ഗർഭകാലം 9ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ ദിവസവും അവൾ എണ്ണിക്കൊണ്ടിരുന്നു. അവളുടെ ഓരോ ശ്വാസത്തിലും ഷോണിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. കണ്ണുകൾ അടച്ച അവൻ്റെ പുഞ്ചിരി, കാറ്റ് വന്ന് തഴുകിയ അവൻ്റെ സ്പർശം, രാത്രിയുടെ നിശബ്ദതയിൽ അവൻ്റെ ശബ്ദം, എല്ലാം അവളുടെ ഹൃദയത്തിൽ ജീവനോടെ ഉണ്ടായിരുന്നു. ഇച്ചായൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞിനെ കൈകളിലെടുക്കാൻ എൻ്റെ ഇച്ചായൻ തീർച്ചയായും വരും. ആ വിശ്വാസമായിരുന്നു അവളെ മുന്നോട്ട് നയിച്ചത്. ഇന്നായിരുന്നു വൃദ്ധസ്വാമി പറഞ്ഞ ആ അമാവാസി ദിനം. പുലർച്ചെ മുതൽ തന്നെ അന്തരീക്ഷത്തിൽ എന്തോ ഒരു അസ്വാഭാവികത നിശബ്ദം നിറഞ്ഞിരുന്നു. ആകാശം മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. സൂര്യപ്രകാശം പോലും മങ്ങിയതായി തോന്നി. ജനനിയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ജനനിയും നിഖിലും രാവിലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഇരുവരും നേരെ ചെന്നത് അമ്മയുടെ തറവാട്ടിലേക്കാണ്. അവരെത്തുമ്പോൾ പഴയ തറവാട്ടിലെ വരാന്തയിൽ അമ്മൂമ്മ അവരെ കാത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയായിരുന്നു. വൈകുന്നേരത്തിൻ്റെ ഇരുട്ട് പതിയെ കോവിലകത്തെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നിദ്രയ്ക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അസ്വാഭാവികത അനുഭവപ്പെട്ടത്. ഹൃദയമിടിപ്പ് വേഗത്തിലായി. മനസ്സിലൂടെ മങ്ങിയ ദൃശ്യങ്ങൾ മിന്നിമറഞ്ഞു. വെള്ള പുതച്ച ആരുടെയോ ശരീരം, കണ്ണുനീർ നിറഞ്ഞ വിട പറച്ചിൽ, കരിമൂർക്കൻ, ചുറ്റിലും തീജ്വാലകൾ, അങ്ങനെ അദൃശ്യമായ ദൃശ്യങ്ങൾ. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. എന്നാൽ അവളുടെ കാലുകൾ ഏതോ ഒരു അദൃശ്യ ശക്തി നിയന്ത്രിക്കുന്നത് പോലെ സ്വയം മുന്നോട്ട് നീങ്ങി. ഇടനാഴികൾ പിന്നിട്ട് വർഷങ്ങളായി ആരും തുറക്കാത്ത കോവിലകത്തിലെ ആ രഹസ്യ അറയുടെ മുന്നിലെത്തിയപ്പോൾ വാതിൽ തനിയെ തുറന്നു. അകത്ത് നിറഞ്ഞു നിന്നത് പൊടി പിടിച്ച കാലത്തിൻ്റെ ഗന്ധമായിരുന്നു. ചുമരുകൾ മുഴുവൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഛായാചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കോവിലകത്തിലെ പൂർവികരുടെ മുഖങ്ങൾ ആ മങ്ങിയ വെളിച്ചത്തിൽ ജീവനുള്ളവരെ പോലെ തോന്നി. അവയുടെ നടുവിലെ ഒരു വലിയ ചിത്രത്തിലേക്ക് നിദ്രയുടെ ദൃഷ്ടി പതിഞ്ഞു. ആ ചിത്രം കണ്ട നിമിഷം അവളുടെ ശരീരം വിറച്ചുപോയി. അതിലെ യുവാവിൻ്റെ മുഖം, ഷോണിൻ്റെ അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി. ഇച്ചായൻ അല്ല, ആര്യൻ. ഒരു നിമിഷം കൊണ്ട് വർത്തമാനകാലം അപ്രത്യക്ഷമായി. ഓർമ്മകളുടെ പ്രളയം അവളുടെ ഉള്ളം കീറി മുറിച്ചു. ആര്യൻ്റെ കൈകൾ കോർത്തു പിടിച്ച നിമിഷങ്ങൾ, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, അവൻ്റെ പ്രണയ വാക്കുകൾ, താലി ചാർത്തിയ നിമിഷം, ഇരുവരും ഒന്നായ ആ നിമിഷം, വേർപിരിയലിൻ്റെ കണ്ണുനീർ,
ജീവനേക്കാൾ പ്രിയപ്പെട്ട ആ മുഖം എല്ലാം ഒരേ സമയം അവളുടെ മനസ്സിൽ ജീവിച്ചു. അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ ചരിത്രത്തിൻ്റെ കവിളിൽ പതിയെ സ്പർശിച്ചു. അവളുടെ അധരങ്ങൾ അറിയാതെ മന്ത്രിക്കുന്നത് പോലെ വാക്കുകൾ ഉതിർന്നു. ആര്യ, ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി. ആ നിമിഷം നിദ്ര എന്ന സ്ത്രീ അപ്രത്യക്ഷമായി. അവൾ നിന്നിരുന്നത് തൻ്റെ പ്രാണപ്രിയനെ വീണ്ടും കണ്ടുമുട്ടിയ മുല്ലയായിരുന്നു. ആര്യൻ വരച്ച മുല്ലയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളിൽ അവളുടെ കണ്ണെത്തി നിന്നു. അതിൽ ആര്യൻ്റെ കണ്ണുനീരിൻ്റെ പാടുകൾ അവൾ വ്യക്തമായി കണ്ടു. ഓർമ്മകൾ ഒന്നൊന്നായി അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അതേ നിമിഷം ആ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്നു. ആരോ പതിയെ അകത്ത് കയറി. നിദ്ര തിരിഞ്ഞു നോക്കും മുൻപ് അവളുടെ മുഖത്തേക്ക് എന്തോ ഒരു ദ്രാവകം തളിച്ചു. ദ്രാവകം മുഖത്ത് പതിഞ്ഞ നിമിഷം നിദ്രയുടെ കണ്ണുകൾ ശക്തമായി അടഞ്ഞു. മൂക്കിലേക്ക് തുളച്ചു കയറിയ രൂക്ഷഗന്ധം അവളുടെ ശ്വാസം മുട്ടിച്ചു. ഒരു നിമിഷം അവൾ പിന്നിലേക്ക് ആടിയെങ്കിലും വീഴാതെ ചുമരിൽ പിടിച്ചു നിന്നു. ആരാ നിങ്ങൾ? വിറക്കുന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു. എന്ന മറുപടിയായി കേട്ടത് കനത്ത നിശബ്ദത മാത്രം. കാഴ്ച മങ്ങി തുടങ്ങി. മുറിയിലെ ഛായാചിത്രങ്ങളെല്ലാം ജീവനുള്ളവരെ പോലെ ചലിക്കുന്നതായി അവൾക്ക് തോന്നി. ആര്യൻ്റെ ചിത്രം മാത്രം വ്യക്തമായി അവളുടെ മുന്നിൽ നിന്നു. ആ ചിത്രത്തിലെ കണ്ണുകൾ തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. ബോധം അറിയാൻ തുടങ്ങുന്നതിനിടയിലും അവളുടെ വിരലുകൾ ചിത്രത്തിൻ്റെ ഫ്രെയിമിൽ മുറുകെ പിടിച്ചു. അവൾ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചുവെങ്കിലും ശരീരം അനുസരിച്ചില്ല. കൺപോളകൾ ഭാരമായി അടഞ്ഞു വന്നു. ബോധം പൂർണ്ണമായി മറയുന്നതിന് തൊട്ടു മുൻപ് വാതിലിനരികിൽ നിന്നിരുന്ന ആളുടെ കയ്യിലെ മോതിരത്തിൽ കൊത്തിവെച്ചിരുന്ന ചന്ദ്രവിലാസം കോവിലകത്തിൻ്റെ രാജമുദ്ര ഒരു മിന്നൽ വെളിച്ചത്തിൽ അവളുടെ കണ്ണിൽ പതിഞ്ഞു. അടുത്ത നിമിഷം അവളുടെ ശരീരം നിലത്തേക്ക് തളർന്നു വീണു. അതേസമയം ജനനിയുടെ അമ്മൂമ്മ വിറയ്ക്കുന്ന കൈകളോടെ ആ പഴയ പുസ്തകത്തിൻ്റെ അവസാന താളുകൾ തുറന്നു. ഇനി നിങ്ങൾ വായിക്കാൻ പോകുന്നത് ആര്യൻ ദേവിൻ്റെയും മുല്ലയുടെയും മരണകഥയല്ല. അമ്മൂമ്മയുടെ ശബ്ദം ഇടറി. അവരുടെ പുനർജന്മത്തിൻ്റെ തുടക്കമാണ്. ആ വാക്കുകൾ കേട്ടതും ജനനിയും നിഖിലും പരസ്പരം ഞെട്ടലോടെ നോക്കി. ഷോൺ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ അത് സാധാരണ ഉറക്കമായിരുന്നില്ല. ചുറ്റും കനത്ത ഇരുട്ട് മാത്രം നിറഞ്ഞ ഒരു ലോകം. ദൂരെ എങ്ങോ ശംഖുനാഥം മുഴങ്ങുന്നത് പോലെ തോന്നി. അതിനിടയിൽ ഒരു സ്ത്രീയുടെ ഹൃദയം തകർക്കുന്ന കരച്ചിൽ അവൻ്റെ കാതുകളിൽ പതിഞ്ഞു. ആര്യ, എന്നെ രക്ഷിക്കൂ. ചുറ്റിലും തീജ്വാലകൾ, ഒപ്പം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ. ആ ശബ്ദം കേട്ട നിമിഷം ഷോൺ ഞെട്ടി തിരിഞ്ഞു നോക്കി. മുന്നിലും മഞ്ഞും പുകയും മൂടിയ ചന്ദ്രവിലാസം കോവിലകം. വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലോട്ട്. ആര്യൻ്റെയും മുല്ലയുടെയും പ്രണയം ആദിദേവിൻ്റെ മനസ്സിൽ തീരാത്ത പകയായി ആളിക്കത്തി. എങ്ങനെയെങ്കിലും ആ രണ്ട് ഹൃദയങ്ങളെയും വേർപെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ ഓരോ ശ്വാസത്തിലും നിറഞ്ഞിരുന്നത്. ദിവസങ്ങളോളം അവൻ അതിനായി തന്ത്രങ്ങൾ മെനഞ്ഞു. ഒടുവിൽ ഒരു ക്രൂരമായ പദ്ധതിയുമായി അവൻ മുന്നോട്ട് വന്നു. ഒരു അമാവാസി രാത്രിയുടെ ഇരുട്ടിനെ മറയാക്കി ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിലെ അമൂല്യമായ തിരുവാഭരണം അവൻ രഹസ്യമായി മോഷ്ടിച്ചു. തുടർന്ന് ആരുടെയും കണ്ണിൽ പെടാതെ മുല്ലയുടെ അച്ഛനായ ശേഖരൻ്റെ വീട്ടിലെ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചു. പുലരുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഭാരമെല്ലാം ശേഖരൻ്റെ ചുമലിലായിരിക്കുമെന്ന് ആദിദേവിന് ഉറപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ക്ഷേത്രം തുറന്ന പൂജാരിയാണ് തിരുവാഭരണം കാണാതായ വിവരം ആദ്യം അറിഞ്ഞത്. നിമിഷങ്ങൾക്കകം ഗ്രാമമൊട്ടാകെ കാട്ടുതീ പോലെ അത് പടർന്നു. ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് അടിയന്തര അന്വേഷണം ആരംഭിച്ചു. സംശയത്തിൻ്റെ പേരിൽ ഓരോ വീടുകളിലും പരിശോധന നടന്നു. ഒടുവിൽ ശേഖരൻ്റെ വീട്ടിൽ അലമാര തുറന്ന നിമിഷം അവിടെ കൂടിയിരുന്നവരെല്ലാം സ്തംഭിച്ചു പോയി. ദേവിയുടെ തിരുവാഭരണം ആ അലമാരയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ആ ഒരു നിമിഷം കൊണ്ട് ശേഖരൻ ഗ്രാമത്തിൻ്റെ കണ്ണിൽ മഹാകുറ്റവാളിയായി മാറി. ഞാൻ നിരപരാധിയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം എത്ര തവണ കരഞ്ഞു പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. ചിലർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു, ചിലർ ശപിച്ചു. വർഷങ്ങളായി നേടിയ സൽപ്പേരെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. ആ കാഴ്ച കണ്ട മുല്ലയുടെ ഹൃദയം നുറുങ്ങി. അച്ഛൻ്റെ അപമാനവും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലും അവളെ തളർത്തി. കണ്ണീരോട് അച്ഛൻ്റെ മുന്നിൽ നിന്ന് അവൾക്ക് സ്വന്തം ജീവിതം തന്നെ തകർന്നു വീഴുന്നത് പോലെ തോന്നി. ഈ വാർത്ത അറിഞ്ഞ് ആര്യനും അവിടേക്ക് ഓടിയെത്തി. ശേഖരനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിരപരാധിത്വം മാത്രമാണ് കണ്ടത്. എന്തോ ദുരൂഹമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് ആര്യൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ തെളിവുകളെ ചൂണ്ടിക്കാട്ടി എല്ലാവരും ശേഖരനെ കുറ്റവാളിയെന്ന് വിധിയെഴുതി. ഇനി തൻ്റെ സേവനം ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ ദേവവർമ്മൻ തമ്പുരാൻ ശേഖരനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു.
തൻ്റെ പ്രിയപ്പെട്ട മുല്ലപ്പന്തലിനെയും അതിനേക്കാൾ ഉപരി തൻ്റെ പ്രാണനാഥനായ ആര്യനെയും അവൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നപ്പോൾ മുല്ലയുടെ ഹൃദയം തകർന്നു പോയി. ഓരോ ചുവട് മുന്നിലോട്ട് വയ്ക്കുമ്പോഴും അവളുടെ മനസ്സ് പിന്നിലേക്ക് വലിഞ്ഞുകൊണ്ടിരുന്നു. കണ്ണീരാൽ മങ്ങിയ കാഴ്ചയിൽ അവസാനമായി അവൾ ആ മുല്ലപ്പന്തലിലേക്കും ആര്യൻ്റെ മുഖത്തേക്കും ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നിമിഷം അവളുടെ ഉള്ളം നിശബ്ദമായ ഒരു പ്രതിജ്ഞയെടുത്തു. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഞാൻ വീണ്ടും നിന്റെ അടുക്കൽ മടങ്ങി വരും ആര്യ. നമ്മുടെ പ്രണയത്തെ ആർക്കും ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. ആ വാക്കുകൾ കാറ്റിനൊപ്പം ആര്യൻ്റെ ഹൃദയത്തിലേക്കും അലിഞ്ഞു ചേർന്നു. പക്ഷേ ആ നിമിഷം ഓടിച്ചെന്ന് അവളെ തൻ്റെ ഭാര്യയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അവനാൽ കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്താൽ താനും പുറത്താക്കപ്പെടുമെന്നും അതോടെ ശേഖരൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസാന പ്രതീക്ഷ പോലും നഷ്ടമാകുമെന്നും അവനറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും ശേഖരൻ കുറ്റക്കാരനില്ലെന്ന് തെളിയിക്കണം. അതായിരുന്നു ആ നിമിഷം ആര്യൻ്റെ മനസ്സിൽ കത്തിക്കൊണ്ടിരുന്ന ഏക ചിന്ത. എന്നാൽ വിധി വീണ്ടും ക്രൂരത കാട്ടി. അപമാനഭാരം താങ്ങാനാവാതെ സത്യം പുറത്തു വരുന്നതിന് മുൻപേ ശേഖരൻ തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിച്ചു. പിറ്റേന്ന് പുലർച്ചെ ക്ഷേത്രക്കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ശേഖരൻ്റെ ജീവനറ്റ ശരീരം കണ്ടപ്പോൾ ഗ്രാമം മുഴുവൻ ഞെട്ടിത്തരിച്ചു. ഒരു നിരപരാധിയുടെ നിലവിളി കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ലെന്ന് ആ മരണം നിശബ്ദമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശേഖരൻ്റെ മരണത്തോടെ മാലിയും മുല്ലയും പൂർണ്ണമായി ഒറ്റപ്പെട്ടു. അവരെ സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരും മുന്നോട്ട് വന്നില്ല. തല ചായ്ക്കാൻ ഒരു വീട് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തം ഗ്രാമത്തിൽ തന്നെ അനാഥരെ പോലെ അലയേണ്ടി വന്ന അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ആര്യൻ്റെ ഹൃദയം വീണ്ടും ചോര പൊടിഞ്ഞു. ഒടുവിൽ ആരും അറിയാതെ ആര്യൻ തന്നെയാണ് അവർക്ക് താമസിക്കാൻ ഒരു ചെറിയ കുടിൽ ഒരുക്കി കൊടുത്തത്. തൻ്റെ വിശ്വസ്തനായ സുഹൃത്ത് രഘുറാം വഴി അതെല്ലാം രഹസ്യമായി ചെയ്തു. മുല്ലയ്ക്ക് അതിന് പിന്നിൽ ആര്യൻ്റെ കൈകളാണെന്ന് മനസ്സിലായിരുന്നെങ്കിലും അവൾ അതിനെക്കുറിച്ച് ഒരിക്കലും ചോദിച്ചില്ല. അന്ന് അവനെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് അത്രമാത്രമായിരുന്നു. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയാത്തൊരു കാമുകനായും അവളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു ഭർത്താവായും ദൂരെ നിന്ന് അവളുടെ ജീവിതം കാത്തു സൂക്ഷിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായും ആര്യൻ ഓരോ ദിവസവും സ്വയം ഉരുകിക്കൊണ്ടിരുന്നു. മുല്ല പോയതോടെ ആ കോവിലകം അവന് ജീവനറ്റതുപോലെ തോന്നി. ഒരിക്കൽ അവളുടെ ചിരിയാൽ നിറഞ്ഞിരുന്ന ഓരോ ഇടനാഴികളും ഇപ്പോൾ നിശബ്ദതയുടെ തടവറകളായി മാറിയിരുന്നു. മുല്ലയുടെ ഓർമ്മകൾ ഓരോ കോണിലും അവനെ പിന്തുടർന്നു. അവൾ സ്പർശിച്ച പൂക്കളും അവൾ നടന്ന വഴികളും ഇരുവരും സ്വപ്നങ്ങൾ നെയ്തിരുന്ന മുല്ലപ്പന്തലും അവൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരുന്നു. എന്നിരുന്നാലും അവൾക്ക് നൽകിയ വാക്ക് ആര്യൻ മറന്നില്ല. ദൂരെ നിന്നെങ്കിലും മുല്ല സുരക്ഷിതയാണെന്ന് ഉറപ്പാക്കാൻ അവൻ തൻ്റെ വിശ്വസ്തരെ അവളുടെ പിന്നാലെ നിയോഗിച്ചു. അവൾ ഒരു അപകടത്തിലും അകപ്പെടരുത് എന്ന് മാത്രമായിരുന്നു അവൻ്റെ ഓരോ പ്രാർത്ഥനയും. ഓരോ രാത്രിയും മുല്ലപ്പന്തലിന് മുന്നിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി അവൻ മനസ്സിൽ മന്ത്രിക്കുമായിരുന്നു. ഈ ജന്മത്തിൽ നമ്മൾ അകറ്റാൻ വിധിക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ ഹൃദയം നിനക്കുള്ളതായിരിക്കുമില്ല. ആ ഏകാന്തതയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രണയത്തിന് മരണമില്ലെന്ന് ലോകത്തോട് പറയാനെന്നപ്പോൾ അവൻ സ്വന്തം കൈപ്പടയിൽ ആര്യമുല്ല എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ തുടങ്ങി. ഓരോ അധ്യായവും മുല്ലയുടെ ഓർമ്മകളാൽ നനഞ്ഞതായിരുന്നു. ഓരോ വാക്കിലും അവളോടുള്ള പ്രണയവും ഓരോ വരിയിലും അവൻ്റെ ഹൃദയമിടിപ്പും അലിഞ്ഞു ചേർന്നിരുന്നു. അതോടൊപ്പം ഓയിൽ പെയിൻറ്റുകൾ കൊണ്ട് മുല്ലയുടെ രൂപങ്ങൾ അവൻ ക്യാൻവാസിൽ പകർത്തി. അവളുടെ പുഞ്ചിരിയും കണ്ണുകളിലെ നിഷ്കളങ്കതയും നെറ്റിയിലെ ചന്ദനക്കുറിയും കാറ്റിൽ പാറുന്ന മുടിയിഴകളും എല്ലാം അത്രയും ജീവനോടെ വരച്ചപ്പോൾ ആ ചിത്രങ്ങൾ ഏത് നിമിഷവും സംസാരിച്ചു തുടങ്ങുമോ എന്ന് തോന്നുമായിരുന്നു. ഒടുവിൽ മുല്ല ഒരിക്കൽ സ്നേഹത്തോടെ സമ്മാനിച്ച ആ മയിൽപ്പീലി അവൻ കൈകളിലെടുത്തു. വിറയാർന്ന വിരലുകളാൽ അത് മെല്ലെ ചിത്രത്തിൻ്റെ കവിളിലൂടെ തഴുകിയ നിമിഷം അവൻ്റെ മനസ്സ് തകർന്നു പോയി. കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ തുള്ളികൾ ചിത്രത്തിലേക്ക് വീണു. ശേഖരൻ്റെ മരണത്തിൻ്റെ വേദന മാറും മുൻപ് തന്നെ മുല്ലയെ മറ്റൊരു സത്യം ഞെട്ടിച്ചു. ശരീരത്തിൽ വന്ന അസ്വസ്ഥതകളെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞു. തൻ്റെ ഉദരത്തിൽ ആര്യൻ്റെ പ്രണയത്തിൻ്റെ അടയാളം വളരുകയാണെന്നറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം സന്തോഷവും സങ്കടവും ചേർന്ന വികാരത്താൽ നിറഞ്ഞു. എന്നാൽ ആ വാർത്ത ആര്യനെ എങ്ങനെ അറിയിക്കുമെന്ന ആശങ്ക അവളെ തളർത്തി. രാത്രികളിൽ ആകാശത്തേക്ക് നോക്കി, ആര്യ, നമ്മുടെ കുഞ്ഞ് എൻ്റെ വയറിൽ വളരുന്നുണ്ട് എന്ന് കണ്ണീരോട് അവൾ മനസ്സിൽ മന്ത്രിച്ചു. അമ്മ മാലയിൽ നിന്ന് ഗർഭം മറച്ചു വെക്കാൻ അവൾ ഏറെ പാടുപെട്ടു. മറുവശത്ത് മുല്ലയെ ഇനിയും പിരിഞ്ഞിരിക്കാൻ തനിക്കാവില്ലെന്ന് ആര്യൻ മനസ്സിലാക്കിയിരുന്നു.
ആ രാത്രി തന്നെ അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. പിറ്റേന്ന് രാവിലെ മാലി പതിവ് പോലെ വീട്ടുജോലിക്കായി പുറത്തു പോയ സമയം നോക്കി ആര്യൻ മുല്ലയുടെ വീട്ടിലെത്തി. ഏറെ നാളുകൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടൽ ഇരുവർക്കും വികാരങ്ങളുടെ പ്രളയമായി. വാതിൽ തുറന്ന നേരം മുന്നിൽ നിൽക്കുന്ന ആര്യനെ കണ്ട നിമിഷം തന്നെ മുല്ല ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഇരുവരും പരസ്പരം മുറുകെ പുണർന്നു. അടക്കി വെച്ച സങ്കടങ്ങളും വിരഹവും ആ ആലിംഗനത്തിൽ അലിഞ്ഞു ചേർന്നു. കണ്ണീരിനിടയിൽ നെറ്റിയിലും കവിളിലും അധരങ്ങളിലും അവർ പ്രണയത്തിൻ്റെ മൗന ചുംബനങ്ങൾ കൈമാറി. കുറച്ചു നേരം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയ ആര്യൻ മുല്ലയുടെ ഇരു കൈകളിലും തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, മുല്ലപ്പൂവേ, ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല. നാളെ രാവിലെ തന്നെ അച്ഛൻ തമ്പുരാൻ്റെ മുന്നിൽ ഞാൻ നമ്മുടെ പ്രണയം തുറന്ന് പറയും. നിന്നെ എൻ്റെ ഭാര്യയായി കോവിലകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇനി ആരും നമ്മളെ വേർപെടുത്തില്ല. ആ വാക്കുകൾ കേട്ടിട്ട് മുല്ലയുടെ മുഖത്ത് ഭയം അകന്നില്ല. നിറഞ്ഞ കണ്ണുകളോട് അവൾ പതിയെ ചോദിച്ചു, ആര്യ, തമ്പുരാൻ ഈ ബന്ധത്തെ എതിർത്താലോ? ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. എതിർത്താലും എൻ്റെ തീരുമാനം മാറില്ല മുല്ല. അച്ഛൻ അനുഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെ നിന്നെ കോവിലകത്തേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ കോവിലകവും അതിലെ എല്ലാ അവകാശങ്ങളും ഉപേക്ഷിച്ചിട്ടായാലും ഞാൻ നിന്റെ കൈവിടില്ല. ഈ ജന്മത്തിൽ എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നത് നിന്നെ മാത്രമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മുല്ലയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. അപ്പോഴും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പറ്റി മുല്ലയ്ക്ക് ആര്യനോട് പറയാൻ കഴിഞ്ഞില്ല. താൻ മടങ്ങി വരും, കൂടെ കൂട്ടുകയും ചെയ്യും എന്ന് വാക്ക് നൽകി ആര്യൻ അവിടെ നിന്ന് മടങ്ങി. ഇരുവരുടെയും സംഭാഷണം കേട്ടുകൊണ്ട് ആദിദേവിൻ്റെ ഒരു അനുയായി പുറത്തുണ്ടായിരുന്നു. അയാൾ താൻ പറഞ്ഞത് മുഴുവൻ ആദിദേവിനോട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ആര്യനും മുല്ലയും തമ്മിൽ നടന്ന ഓരോ സംഭാഷണവും ആര്യൻ തിരികെ വരാമെന്ന് നൽകിയ വാക്കും ഒന്നും വിടാതെ അവൻ വിവരിച്ചു. അതെല്ലാം കേട്ടുനിന്ന ആദിദേവിൻ്റെ ചുണ്ടുകളിൽ പതിയൊരു ക്രൂരമായ ചിരി വിരിഞ്ഞു. മുല്ലയോടുള്ള പ്രണയം അവനെ അന്ധനാക്കിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ പകയുടെ തീ ആളിക്കത്തി. അപ്പോൾ അവൻ തിരികെ വരുമെന്നാണോ അവളുടെ പ്രതീക്ഷ? അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അതേ തമ്പുരാനെ, എനിക്ക് ആ പ്രതീക്ഷയാണ് ആദ്യം ഞാൻ തകർക്കുക. ആരും തിരികെ വരുന്നതിന് മുൻപ് മുല്ലയുടെ ജീവിതം മറ്റൊരാളുടേതാക്കും. അതായത് ഈ എൻ്റേത്. അവർ വീണ്ടും കണ്ടുമുട്ടുന്ന ദിവസം ഈ ജന്മത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ആദിദേവിൻ്റെ ആ വാക്കുകൾ കേട്ട് ചുറ്റുമുണ്ടായിരുന്നവർ പോലും ഒരു നിമിഷം വിറച്ചുപോയി. കാരണം അവൻ്റെ മനസ്സിൽ ഇപ്പോൾ രൂപം കൊണ്ടത് ഒരു സാധാരണ പദ്ധതി അല്ലായിരുന്നു. രണ്ട് ആത്മാക്കളെ എന്നേക്കുമായി വേർപെടുത്താൻ കഴിയുന്ന ഒരു ക്രൂര ഗൂഢാലോചനയായിരുന്നു. മുല്ലയെ അവസാനമായി കണ്ടുമുട്ടിയ ആര്യൻ നേരെ പോയത് രഘുറാമിനെ കാണാനായിരുന്നു. അവൻ്റെ മനസ്സിന് അന്നേരം എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത അലട്ടിക്കൊണ്ടിരുന്നു. സംഭവിക്കാൻ പാടില്ലാത്ത എന്തോന്ന് തൻ്റെ ജീവിതത്തെ കാത്തിരിക്കുന്നുവെന്ന തോന്നൽ അവനെ വിട്ടുമാറിയില്ല. സ്വന്തം കൈകൊണ്ട് രചിച്ച ആര്യമുല്ല എന്ന പുസ്തകം അവൻ പതിയെ രഘുറാമിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അതൊരു സാധാരണ പുസ്തകമായിരുന്നില്ല. മുല്ലയോടുള്ള അവൻ്റെ അനശ്വരമായ പ്രണയവും അവർ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ജീവിതം മറച്ചുവെച്ച സത്യങ്ങളും ഓരോ താളിലും മഷിയായി പകർന്നു വെച്ച അവൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നത്. പുസ്തകത്തിലേക്ക് ഒരു നിമിഷം നോക്കി നിന്ന ശേഷം ആര്യൻ ശാന്തമായി പറഞ്ഞു, രഘുറാമേ, എന്തോ ഒരു അരുതാത്തത് സംഭവിക്കാൻ പോകുന്നെന്ന് തോന്നൽ മനസ്സിൽ നിന്ന് മാറുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ പുസ്തകം നീ ഭദ്രമായി സൂക്ഷിക്കണം. എൻ്റെയും മുല്ലയുടെയും പ്രണയം ഒരിക്കലും കാലത്തിൻ്റെ പൊടിയിൽ മറഞ്ഞു പോകരുത്. ഒരു നാൾ സത്യം തേടി ആരെങ്കിലും വരുമെങ്കിൽ അവർക്ക് വഴികാട്ടുന്നത് ഈ പുസ്തകമായിരിക്കും. വിധി ഞങ്ങളെ വേർപെടുത്തിയാലും ഞങ്ങളുടെ ആത്മാക്കൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു ദിനം വരും. അന്ന് വരെ ഇത് മറ്റാരുടെയും കൈകളിൽ എത്താതെ കാത്തു സൂക്ഷിക്കണം. ഇതൊരു പുസ്തകം മാത്രമല്ല, ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അവസാന ശ്വാസമാണ്. ആ വാക്കുകൾ കേട്ട് രഘുറാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൃഢസ്വരത്തിൽ പറഞ്ഞു, ആര്യ, എൻ്റെ ജീവനുള്ളിടത്തോളം ഈ പുസ്തകത്തിന് ഒന്നും സംഭവിക്കില്ല. നിന്റെ പ്രണയത്തിൻ്റെ ചരിത്രം ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും കാക്കും. ഒരു ദിവസം ലോകം മുഴുവൻ നിൻ്റെയും മുല്ലയുടെയും പ്രണയത്തിൻ്റെ സത്യമറിയും. ആര്യൻ ഒന്ന് മന്ദഹസിച്ചു. ആ ചിരിയിൽ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഒരു വിട പറച്ചിലിൻ്റെ വേദനയായിരുന്നു നിറഞ്ഞിരുന്നത്. ഒരിക്കൽ കൂടി രഘുറാമിൻ്റെ തോളിൽ കൈവച്ച ശേഷം അവൻ പതിയെ തിരിഞ്ഞു നടന്നു.
ആ സായാഹ്നത്തിൻ്റെ മങ്ങലിൽ അവൻ്റെ രൂപം അകന്നു പോകുമ്പോൾ അത് തൻ്റെ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണുകയാണെന്ന് രഘുറാം അപ്പോഴും അറിഞ്ഞിരുന്നില്ല. അതേസമയം ഇരുട്ടിൻ്റെ മറവിൽ ആദിദേവ് തൻ്റെ ക്രൂരമായ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുകയായിരുന്നു. അവൻ്റെ നിർദ്ദേശപ്രകാരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മാലിയെ അവൻ്റെ അനുയായികൾ വഴിമധ്യേ തടഞ്ഞു നിർത്തി. പ്രതികരിക്കാൻ പോലും അവസരം നൽകാതെ അവർ ക്രൂരമായി ആക്രമിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാലി ജീവനറ്റ ശരീരമായി നിലം പതിച്ചു. അതേസമയം ഇതൊന്നും അറിയാതെ മുല്ല അമ്മയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. അന്ന് ആ അമാവാസി രാത്രിയിൽ മുല്ലയെ കണ്ടതിൻ്റെ മധുരസ്മരണകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആര്യൻ തൻ്റെ മുറിയിൽ ശാന്തമായി ഉറക്കത്തിലായിരുന്നു. അവൻ്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർന്നിരുന്നു. ഉറക്കത്തിനിടയിലും മുല്ലയുടെ മുഖവും അവളുടെ വാക്കുകളും മനസ്സിൽ തെളിഞ്ഞു നിന്നു. അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നെയ്ത സ്വപ്നങ്ങൾ അവൻ്റെ ഹൃദയത്തെ സ്നേഹത്തിൻ്റെ ചൂടിൽ പൊതിഞ്ഞു. ഒരു അവസരത്തിനായി കാത്തിരുന്ന ആതിഥേയം എല്ലാവരും ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തി ആരും അറിയാതെ ആര്യൻ്റെ മുറിയിലേക്ക് നിശബ്ദമായി കടന്നു കയറി കയ്യിലുണ്ടായിരുന്ന വിഷം നിറഞ്ഞ കരിമൂർക്കത്തെ പതിയെ ആര്യൻ്റെ കിടക്കയിലേക്ക് വിട്ടു. ഒന്നും അറിയാതെ ഉറക്കത്തിലായിരുന്ന ആര്യൻ്റെ ശരീരത്തിലേക്ക് ആ കരിമൂർക്കൻ പതിയെ ഇഴഞ്ഞെത്തി. അടുത്ത നിമിഷം അതിൻ്റെ വിഷപ്പല്ലുകൾ ആര്യൻ്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. ആര്യൻ്റെ ശരീരത്തിലാകെ വിഷം മിന്നൽ വേഗത്തിൽ പടർന്നു. കഠിനമായ വേദനയിൽ അവൻ കിടക്കയിൽ നിന്ന് താഴേക്ക് വീണു. സഹായത്തിനായി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നത് നേർത്ത ഒരു ഞരക്കം മാത്രം. കണ്ണുകൾ മങ്ങിത്തുടങ്ങി. ശ്വാസം ഓരോ നിമിഷവും ഭാരമായി. അന്നേരം വാതിലിന് പുറത്തു നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ആദിദേവൻ്റെ ചുണ്ടുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിടർന്നു. തൻ്റെ പദ്ധതി വിജയിച്ചതിൻ്റെ സംതൃപ്തിയോടെ ആരും കാണാതെ അവൻ അവിടെ നിന്ന് ഇരുട്ടിലേക്ക് മറഞ്ഞു. മരണത്തോട് മല്ലടിക്കുന്നതിനിടയിലും ആര്യൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് മുല്ലയുടെ മുഖമായിരുന്നു. അവളുടെ പുഞ്ചിരി, കണ്ണുനീർ. ഞാൻ തിരികെ വരും എന്ന് പറഞ്ഞ് പിരിഞ്ഞ നിമിഷം എല്ലാം മിന്നൽ പിണറായി അവൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോയി. വിറയാർന്ന കൈകൾ കൊണ്ട് അവൻ കട്ടിലിനോട് ചേർന്ന് ടേബിളിൽ കിടന്നിരുന്ന മുല്ല നൽകിയ ആ മയിൽപ്പീലി മുറുകെ പിടിച്ചു. മുല്ലപ്പൂവേ, എന്നോട് ക്ഷമിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് അവസാനമായി മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിൽ നിന്ന് 2 കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങി. അതിനിടയിൽ അവൻ ആ മയിൽപ്പീലി ബെഡിനിരികിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ ആര്യൻ്റെ ശരീരം നിശ്ചലമായി. ആ പ്രണയഹൃദയം എന്നേക്കുമായി മിടിപ്പ് അവസാനിപ്പിച്ചു. ആ രാത്രിയിൽ മറ്റാരും ഒന്നും അറിഞ്ഞില്ല. ഇനി മുല്ല തനിക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആതിഥേയം നിഗൂഢ ലക്ഷ്യവുമായി ആ രാത്രി തന്നെ മുല്ല താമസിച്ചിരുന്ന കുടിലിലേക്ക് യാത്ര തിരിച്ചു. അപ്പോഴും അമ്മയുടെ വരവും കാത്ത് മുല്ല ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. ജോലി കൂടുതൽ കാരണം അമ്മ ഇന്ന് അവിടെ തങ്ങിക്കാണും എന്നവൾ മനസ്സിൽ കരുതി അകത്തേക്ക് നടക്കാനൊരുങ്ങി. ആ നേരത്താണ് ആതിഥേയം അങ്ങോട്ട് വരുന്നത്. തീരെ പ്രതീക്ഷിക്കാതെ ആ രാത്രിയിൽ കോവിലകത്തിൻ്റെ തമ്പുരാൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ മുല്ല ഒന്ന് അമ്പരന്നു. ഉള്ളിലെ ക്രൂരത പുറത്ത് കാണിക്കാതെ പുറമെ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറുമ്പോൾ മുല്ലയ്ക്ക് തടയാനായില്ല. ആദിദേവ് വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ ആദ്യം വളരെ സൗമ്യമായി സുഖവിവരങ്ങൾ തിരക്കി. ശേഖരൻ്റെ മരണത്തിന് ശേഷം അവർ അനുഭവിക്കുന്ന ദുഃഖത്തിന് താനും പങ്കുചേരുന്നുവെന്ന ഭാവത്തിലായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ തന്നെ അറിയിച്ചാൽ മതിയെന്നും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും താൻ ഒപ്പമുണ്ടാകുമെന്നും അവൻ ഉറപ്പ് നൽകി. അവൻ്റെ വാക്കുകളിലെ ആ കൃത്രിമമായ സ്നേഹം മുല്ലയെ അസ്വസ്ഥമാക്കിയെങ്കിലും അവൾ നിശബ്ദമായി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആദിദേവ് പതിയെ മുല്ലയുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ മുഖത്തെ ഭാവം മാറിയിരുന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം ശാന്തമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, മുല്ലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിത സഖിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം മുല്ലയുടെ നെഞ്ചിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. വിശ്വസിക്കാനാവാതെ പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. മറുപടി പറയാൻ പോലും കഴിയാതെ അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ മനസ്സിൽ ആര്യൻ്റെ മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. മുല്ലയുടെ നിശബ്ദതയെ സമ്മതമെന്ന് തെറ്റിദ്ധരിച്ച ആതിഥേവ് പതിയെ തൻ്റെ കൈ അവളുടെ തോളിൽ വെച്ചു. ആ സ്പർശനം തീയിൽ തൊട്ടതുപോലെ തോന്നിയ മുല്ല ഒരു നിമിഷം പോലും വൈകാതെ അവൻ്റെ കൈ ശക്തമായി തട്ടി മാറ്റി. കണ്ണുകളിൽ ഭയവും വെറുപ്പും നിറച്ച അവൾ പിന്നിലേക്ക് ചുവടുകൾ വെച്ചു. എന്നെ തുടരുത് തമ്പുരാൻ, ദയവായി ഇവിടുന്ന് പോവൂ, വിറയാർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതോടെ ആദിദേവിൻ്റെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. അതിനു പകരം അവൻ്റെ ഉള്ളിലെ ക്രൂരത
കണ്ണുകളിൽ തീ പോലെ ജ്വലിച്ചു. മുല്ലേ, ഞാൻ പറഞ്ഞ ഈ കാര്യം നീ ഒന്ന് നന്നായി ആലോചിച്ച് നോക്ക്. ഈ ഗ്രാമത്തിൽ എനിക്കെതിരായി നിൽക്കാൻ ആരും ധൈര്യപ്പെടാറില്ല. നീ എൻ്റെ വിവാഹാഭ്യർത്ഥന സ്വീകരിച്ച നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഒരു കുറവും വരില്ല. പക്ഷേ എന്നെ നിരസിച്ച അതിൻ്റെ വില വളരെ വലുതായിരിക്കും. മുല്ലയുടെ ഹൃദയം ഭയത്തോടെ പിടഞ്ഞെങ്കിലും അവളുടെ മുഖത്ത് ഭയത്തേക്കാൾ ദൃഢനിശ്ചയമായിരുന്നു തെളിഞ്ഞത്. തമ്പുരാൻ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മനസ്സും ജീവിതവും ഒരാൾക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആ സ്ഥാനം ഇനി മറ്റൊരാൾക്ക് ഒരിക്കലും ലഭിക്കില്ല. അതുകൊണ്ട് തമ്പുരാൻ ഇവിടുന്ന് മടങ്ങി പോകുന്നതാണ് നല്ലത്. ഇത് അദ്ദേഹം എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയ. എൻ്റെ മനസ്സ് മാത്രമല്ല, എൻ്റെ ശരീരം കൂടി ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുന്നത് തെറ്റാണ് തമ്പുരാനെ. ആ വാക്കുകൾ ആദിദേവിൻ്റെ അഹങ്കാരത്തിന് കനത്ത പ്രഹരമായി മാറി. ആര്യനും മുല്ലയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിയാമായിരുന്നെങ്കിലും അവൻ മുല്ലയെ വിവാഹം കഴിച്ചതോ അവളെ പൂർണ്ണമായി സ്വന്തമാക്കിയതോ ആദിദേവന് അറിയാമായിരുന്നില്ല. കണ്ണുകളിൽ എരിഞ്ഞ അഗ്നി അടക്കി മറുപടി പറയാതെ അവൻ പുറത്തേക്ക് നടന്നു. അന്ന് പാതിരാത്രിയിൽ ഗ്രാമം മുഴുവൻ ഉറക്കത്തിൻ്റെ നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുന്ന സമയം നോക്കി. ആദിദേവ് ആരും കാണാതെ മുല്ല താമസിച്ചിരുന്ന ആ ചെറിയ കുടിലിന് അരികിലെത്തി ചുറ്റും ഒരിക്കൽ കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം കയ്യിലുണ്ടായിരുന്ന ദ്രാവകം കുടിലിന് ചുറ്റുമൊഴിച്ചു. അവൻ്റെ കണ്ണുകളിൽ ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. പകയുടെ തീ മാത്രമായിരുന്നു ജ്വലിച്ചിരുന്നത്. അടുത്ത നിമിഷം തീപ്പെട്ടി കൊള്ളി ഉരച്ചവൻ അത് കുടിലിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് തീ ആളിപ്പടർന്നു. ഉണങ്ങിയ ഓലകളും മരച്ചുവരുകളും തീയെ വേഗത്തിൽ ഏറ്റുവാങ്ങി. ജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ആ ചെറിയ വീട് അഗ്നിക്കിരയായി മാറി. അപ്പോഴൊന്നും ഒന്നും അറിയാതെ പിറ്റേന്ന് ആരും വരുമെന്ന പ്രതീക്ഷ നെഞ്ചിലേറ്റി മധുര സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയായിരുന്നു മുല്ല. തൻ്റെ പ്രാണനാഥനൊപ്പം തുടങ്ങാനിരുന്ന പുതിയ ജീവിതം മനസ്സിൽ നെയ്തുകൊണ്ടിരുന്ന അവൾക്ക് മരണം തൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണെന്ന് പോലും അറിയില്ലായിരുന്നു. തീയുടെ ചൂട് അസഹ്യമായപ്പോൾ ഞെട്ടിയുണർന്ന മുല്ല ചുറ്റും ആളിക്കത്തുന്ന അഗ്നിജ്വാലകൾ കണ്ട് ഭയന്ന് നിലവിളിച്ചു. ആര്യ! ആ നിലവിളി രാത്രിയുടെ നിശബ്ദത കീറി മുഴങ്ങിയപ്പോൾ അല്പമകലെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ആദിദേവിൻ്റെ ചുണ്ടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. മുല്ലയുടെ നിസ്സഹായമായ നിലവിളികൾ അവന് വിജയത്തിൻ്റെ സംഗീതം പോലെ തോന്നി. എന്നാൽ അതേ നിമിഷം തന്നെ അവൻ്റെ കാതുകളിലേക്ക് അപ്രതീക്ഷിതമായ മറ്റൊരു ശബ്ദം ഒഴുകിയെത്തി. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ കരച്ചിൽ. ആ ശബ്ദം കേട്ടതോടെ ആദിദേവിൻ്റെ പുഞ്ചിരി ഒരു നിമിഷം മങ്ങി. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ആ കരച്ചിൽ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ ചുറ്റും ശ്രദ്ധിച്ചു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ രാത്രിയുടെ നിശബ്ദതയെ കൂടുതൽ ഭയാനകമാക്കി. അതോടൊപ്പം സമീപ വീടുകളിൽ വിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു തുടങ്ങി. തീയെന്നു നിലവിളിച്ചുകൊണ്ട് അവരൊക്കെയും ആ കുടിലിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. ആളുകൾ ഉണർന്നു എന്നറിഞ്ഞ ആദിദേവ് തൻ്റെ ക്രൂരമായ പ്രവൃത്തി ആരുടെയും കണ്ണിൽ പെടുന്നതിന് മുൻപ് ഇരുട്ടിൻ്റെ മറവിൽ നിശബ്ദമായി അപ്രത്യക്ഷനായി. എല്ലാവരും എത്തുമ്പോഴേക്കും ആ കുടിൽ പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു. മുല്ലയെന്നും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഷോൺ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. കട്ടിലിൽ ഇരുന്നിരുന്ന ഷോണിൻ്റെ ശരീരം മുഴുവൻ വിയർപ്പിനാൽ കുളിച്ചിരുന്നു. ശ്വാസം ക്രമാതീതമായി ഉയർന്നിറങ്ങുന്നു. കണ്ണുകൾ ചുവന്ന് കത്തുന്ന കനൽ പോലെ ജ്വലിച്ചു. ഷോൺ! ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നതായിരുന്നു ആ വൃദ്ധസ്വാമി. ഞാൻ അവനെ കണ്ടു സ്വാമി. എനിക്കിപ്പോൾ എല്ലാം അറിയാം. എനിക്ക് തിരിച്ചു പോയ മതിയാവും സ്വാമി. എൻ്റെ നിത്തുവിനും കുഞ്ഞിനും എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതുപോലൊരു അമാവാസി രാത്രിയിലായിരുന്നു അവൻ എൻ്റെ പ്രാണനെയും അവളുടെ വയറ്റിൽ വളർന്ന എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയത്. എനിക്ക് പോയേ പറ്റൂ. ഷോണിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. 2.5 മാസങ്ങൾക്കിപ്പുറം മേഘവനത്തിനോട് ചേർന്നുള്ള മലമ്പാതയിൽ വീണ്ടും ഒരു ഗുരുതര അപകടം നടന്നു. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. റോഡ് പൂർണ്ണമായും തകർന്നതിനാൽ കരമാർഗമുള്ള രക്ഷാപ്രവർത്തനം അസാധ്യമായിരുന്നു. അതിനാൽ രക്ഷാപ്രവർത്തക സംഘം ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടന്നവരെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനിടെ ഹെലികോപ്റ്റർ പലതവണ മേഘവനത്തിൻ്റെ മുകളിലൂടെ വട്ടമിട്ടു. അതിനിടെയാണ് വൃദ്ധസ്വാമിയുടെ ഒറ്റപ്പെട്ട കുടിലിനോട് ചേർന്നുള്ള ഒരു തുറസായ സ്ഥലം മനുഷ്യ സാന്നിധ്യത്തിൻ്റെ ചില സൂചനകൾ അവർ ശ്രദ്ധിച്ചത്. സംശയം തോന്നിയ സംഘം ഹെലികോപ്റ്റർ അവിടെ ഇറക്കാൻ തീരുമാനിച്ചു.
ഹെലികോപ്റ്ററിന്റെ ശക്തമായ കാറ്റിൽ ചുറ്റുമുള്ള മരച്ചില്ലകൾ ആടിയുലഞ്ഞു. ശബ്ദം കേട്ട വൃദ്ധസ്വാമി പതിയെ കുടിലിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അദ്ദേഹത്തിന് പിന്നാലെ കഴിഞ്ഞ 2.5 മാസമായി ലോകത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന ഷോണും പുറത്തേക്ക് വന്നു. ഷോണിനെ കണ്ട നിമിഷം തന്നെ രക്ഷാപ്രവർത്തക സംഘാംഗങ്ങൾ പരസ്പരം ഞെട്ടലോടെ നോക്കി. 2.5 മാസം മുൻപ് മേഘവനത്തിൽ നടന്ന അപകടത്തിൽ മരിച്ചതായി എല്ലാവരും കരുതിയിരുന്ന ഡോക്ടർ ഷോൺ ജീവനോട് അവരുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. താടിയും മുടിയും അല്പം വളർന്നിട്ടുണ്ട്. ക്ഷീണിച്ച ശരീരവുമായിരുന്നെങ്കിലും അവൻ്റെ കണ്ണുകളിലെ തീ അണഞ്ഞിരുന്നില്ല. അവനെ കണ്ട നിമിഷം സംഘത്തിലെ ഒരു ഡോക്ടർ അമ്പരന്നു. ഡോക്ടർ ഷോൺ? മറ്റുള്ളവരും ഞെട്ടലോടെ അവനെ നോക്കി. ഇതെങ്ങനെ സാധിക്കും? എല്ലാവരും നിങ്ങൾ മരിച്ചെന്നാണ് കരുതിയത്. ഷോണൊന്നും പറഞ്ഞില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ നിദ്രയിലായിരുന്നു. വൃദ്ധസ്വാമി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇവൻ്റെ സമയം ഇതുവരെ തീർന്നിട്ടില്ല. വിധി ഇനിയും അവനെ വിളിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തക സംഘം ഷോണിനെ ഉടൻ പരിശോധിച്ചു. ശരീരം ദുർബലമായിരുന്നുവെങ്കിലും യാത്ര ചെയ്യാൻ കഴിയുമെന്ന് അവർ ഉറപ്പിച്ചു. ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഷോൺ ദൃഢമായി തലയാട്ടി. ഇല്ല, എനിക്ക് ആശുപത്രിയിലേക്ക് പോവണ്ട. എല്ലാവരും അവനെ നോക്കി. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞു, അവരപകടത്തിലാണ്. എനിക്ക് ആദ്യം അവരുടെ അടുത്തെത്തണം. വൃദ്ധസ്വാമി ഷോണിൻ്റെ തോളിൽ കൈവച്ചു. പോ, ഈ ജന്മത്തിൽ നിനക്ക് പൂർത്തിയാക്കാനുള്ളത് ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഓർക്കുക, നിന്റെ മുന്നിൽ കാത്തിരിക്കുന്നത് ഒരു കണ്ടുമുട്ടൽ മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ കണക്ക് തീർക്കൽ കൂടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ആഗ്രഹിച്ച് ഭൂമിയിലേക്ക് വരാനിരുന്ന ആ കുഞ്ഞ്, അതിന് ജനിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആ ആത്മാവിൻ്റെ വേദന കാലത്തെയും ജന്മങ്ങളെയും അതിജീവിച്ച് നിലനിന്നത്. ആ ആത്മാവാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ കുഞ്ഞായി വീണ്ടും വന്നിരിക്കുന്നത്. കുഞ്ഞിൻ്റെ ജനനം ഒരു യാദൃശ്ചികതയല്ല ഷോൺ, വിധിയുടെ കാത്തിരിപ്പാണ്. നിത്രയും നിങ്ങളും മുൻ ജന്മങ്ങളിലെ ഓർമ്മകളില്ലാതെ പുനർജനിച്ചു. അതുകൊണ്ടാണ് പ്രതികാരമെന്ന ചിന്ത നിങ്ങളിൽ ഇല്ലാതിരുന്നത്. എന്നാൽ ജനിക്കാതെ പോയ ആ കുഞ്ഞിൻ്റെ ആത്മാവിൽ ആ വേദന അണഞ്ഞിരുന്നില്ല. അമ്മയുടെ അവസാന നിലവിളിയും അച്ഛൻ്റെ അവസാന ശ്വാസവും കുഞ്ഞിൻ്റെ ആത്മാവിൽ മായാത്ത മുറിവുകളായി പതിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എല്ലാം വീണ്ടും ഒന്നു ചേർന്നത്. മുല്ലയും മാര്യനും പുനർജനിച്ചു. പക്ഷേ കണക്ക് തീർക്കാൻ വിധി തിരഞ്ഞെടുത്തത് നിങ്ങളെയല്ല, നിങ്ങളുടെ കുഞ്ഞിനെയാ. ഈ ജന്മത്തിൽ ആ കുഞ്ഞ് ആഗ്രഹിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം മാത്രമാണ്. പക്ഷേ ഈ ജന്മത്തിലും അധർമ്മം നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചതോടെയാണ് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ പ്രതികാരം വളർന്നത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണരുന്ന ദിവസം നൂറ്റാണ്ടുകളായി പൂർത്തിയാകാതെ കിടക്കുന്ന അധ്യായം അവസാനിക്കും. സത്യം ലോകം അറിയും. പാപം ചെയ്തവർ അവരുടെ കർമ്മഫലം അനുഭവിക്കും. അതുവരെ നിങ്ങളുടെ കടമ ഒന്നു മാത്രമാണ്, നിദ്രയെയും കുഞ്ഞിനെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. കാരണം ഇരുട്ട് വീണ്ടും ഉണർന്നിരിക്കുന്നു. വൃദ്ധസ്വാമിയുടെ വാക്കുകൾ അവസാനിച്ചതോടെ ഷോണിൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൻ്റെ മനസ്സിലൂടെ നിദ്രയുടെ പുഞ്ചിരിയും അവളുടെ കണ്ണീരും അവളുടെ ഉദരത്തിൽ ചുമക്കുന്ന കുഞ്ഞിൻ്റെ മുഖവും മിന്നി മറഞ്ഞു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ഹെലികോപ്റ്ററിലേക്ക് ഓടിക്കയറി. ആകാശത്തേക്ക് ഉയർന്ന ഹെലികോപ്റ്ററിനെ നോക്കി വൃദ്ധസ്വാമി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അതേസമയം ചന്ദ്രവിലാസം കോവിലകത്തിലെ ആ രഹസ്യമുറിയിൽ ബോധരഹിതയായി കിടന്നിരുന്ന നിദ്ര ഇപ്പോൾ മറ്റെവിടെയായിരുന്നു. അവളുടെ വിരലുകൾ പതിയെ അനങ്ങി, കണ്ണുകൾ പതിയെ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട നിദ്രയുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി.